നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവർത്തനം തുടങ്ങി ഒരു വർഷം പൂർത്തിയാകുമ്പോഴും ഖത്തറിൽ നിന്നുള്ള പകുതി യാത്രക്കാർക്ക് മാത്രമാണ് കണ്ണൂർ വിമാനത്താവളം ഉപകരിക്കപ്പെടുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആവശ്യത്തിന് വിമാനങ്ങളില്ലാത്തത് കാരണം ഇതര മലബാറുകാരിൽ കൂടുതൽ പേർക്കും കോഴിക്കോട്ടേക്ക് തന്നെ ടിക്കറ്റ് എടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മതിയായ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം ടൂറിസ്റ്റുകളും വിമുഖത കാണിക്കുകയാണ്. കോഴിക്കോട് വിമാനമിറങ്ങുന്ന കണ്ണൂർ, കാസർഗോഡ് ജില്ലക്കാർക്ക് വീട്ടിലെത്തണമെങ്കിൽ പിന്നെയും 4 മണിക്കൂർ വരെ വേണമായിരുന്നെങ്കിൽ കണ്ണൂർ എയർപോർട്ട് വന്നതോടെ അത് 1 മണിക്കൂറിനായി ചുരുങ്ങി. പക്ഷേ ആവശ്യത്തിന് വിമാനങ്ങളില്ലാത്തതിനാൽ കൂടുതൽ പേർക്കും ഇപ്പോഴും കരിപ്പൂരിനെ ആശ്രയിക്കേണ്ടി വരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉത്തര മലബാറിന്റെ പ്രകൃതി ഭംഗിയും ആയുർവേദ ടൂറിസവും ഒക്കെ വലിയ സാധ്യതകളാണെങ്കിലും ഉപയോഗപ്പെടുത്താനാകുന്നില്ല എന്നാണ് പ്രവാസികൾ ഉന്നയിക്കുന്ന പരാതി. കണ്ണൂർ, തലശ്ശേരി പട്ടണങ്ങളിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയാണ് കണ്ണൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളം യാഥാർത്ഥ്യമായതോടെ കേരളത്തിലെ ഏറ്റവും വലുതും 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളവുമായി കണ്ണൂർ വിമാനത്താവളം മാറി. റൺവേയുടെ നീളം 3050 മീറ്റർ ആണ്. 2018 ഡിസംബർ 9 കേരളത്തിലെ 4ാമത്തെ രാജ്യാന്തര വിമാനത്താവളം കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അബുദാബിയിലേക്കുള്ള വിമാനമാണ് ഇവിടെ നിന്ന് ആദ്യമായി പുറപ്പെട്ടത്. പ്രശസ്ത രാജ്യാന്തര എയർലൈനായ ഗോ എയറിന്റെ ഇന്ത്യയിലെ 5 പ്രധാന ഹബ്ബുകളിൽ ഒന്നാണ് കണ്ണൂർ വിമാനത്താവളം. മറ്റു വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം പരിസ്ഥിതി സൗഹാർദ്ദമാണെന്ന പ്രത്യേകതയും ഉണ്ട്. പദ്ധതി പ്രദേശത്തിന്റെ പരിസ്ഥിതി ഗുണനിലവാരം തിട്ടപ്പെടുത്തുന്നതിന് നേരത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയിരുന്നു. ന്യൂഡൽഹിയിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ് ആൻഡ് കൺസൾട്ടൻസും തിരുവനന്തപുരത്തെ സെൻട്രൽ എൻവയോൺമെന്റൽ സയൻസ് സ്റ്റഡീസും ചേർന്നാണ് പരിസ്ഥിതി സർവേ നിർണ്ണയിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് എന്ന നിലയിലാണ് കണ്ണൂർ വിമാനത്താവളം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഗോവ, നവി മുംബൈ എന്നിവയാണ് നിർമ്മാണത്തിലുള്ള മറ്റ് 2 ഗ്രീൻഫീൽഡ് വിമാനത്താവളങ്ങൾ. വ്യോമയാന പ്രവർത്തന മേഖല, യാത്രക്കാരുടെ മേഖല, സാങ്കേതിക മേഖല, കാർഗോ മേഖല, വിമാനങ്ങൾ സർവീസ് ചെയ്യുന്ന സ്ഥലം, കയറ്റിറക്കുമതി മേഖല, സ്വതന്ത്ര വ്യാപാര മേഖല എന്നിവ സംബന്ധിച്ചും പഠനം നടക്കുകയുണ്ടായി. രാജ്യാന്തര യാത്രകൾ വർഷത്തിൽ ശരാശരി 13 ലക്ഷം പേർ എന്നാണ് കണക്കാക്കുന്നത്. ദിവസവും 27 വിമാനങ്ങൾ സർവീസ് നടത്തുമെന്നും തിട്ടപ്പെടുത്തി. എന്നാൽ വിമാനത്താവളത്തിൽ നിലവിൽ ആവശ്യത്തിന് വിമാനങ്ങൾ എത്തുന്നില്ല എന്ന പരാതിയാണ് ഇപ്പോൾ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.